അതുകൊണ്ടാണ് ഈ 2 തിമോത്തി 4:3 പറയും, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ പ്രബോധകരെ വിളിച്ചു കൂട്ടുവാർ, സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് പോകുന്നു. നീ ആകട്ടെ സമചിത്തത പാലിക്കുക, സുവിശേഷകന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ദൈവവചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവവചനം കളഞ്ഞേക്കരുത്. വചനം കിട്ടിയാൽ അത് വചനം അതേപടി നിറവേറും. വചനം എന്നും ഇത് വായിച്ചുകൊണ്ടിരിക്കുക, മക്കൾ വായിക്കുക. പക്ഷേ വചന ഹൃദയത്തിലിരിക്കണമെങ്കിൽ 2 നിയമമുണ്ട്. ഒന്ന്, നല്ല എളിമ വേണം. എളിമ വചനത്തെ കണ്ടും പൂട്ടി വിശ്വസിക്കണം. ഹല്ലേലൂയ. ലുക്ക 1:38 പരിശുദ്ധ ഇതാ കർത്താവിന്റെ ഉറക്കെ പറഞ്ഞേ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ വചനത്തിന്റെ മേലെ ദാസിയായിട്ടും ദാസനായിട്ടും നിൽക്കുക. അത്ര എളിമപ്പെട്ടാലേ കൃപ കിട്ടുള്ളൂ. ദൈവ കൃപ കിട്ടും. ബാക്കിയൊന്നും നിലനിൽക്കത്തില്ല. കുറച്ചേ മാറും. നമ്മളിന്ന് കാണാം ചില കുട്ടികൾ നല്ല പഠിത്തം, നല്ല മാർക്ക്, നല്ല വിദ്യാഭ്യാസം, പക്ഷെ അവസാനം വലിയൊരു പ്രബലത്തിൽ പോയി വരുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണ മനുഷ്യർ വചനം കിട്ടും. വചനം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നടന്നു പോകില്ല. ബാക്കിയെല്ലാം ഇങ്ങനെ സ്വപ്ന ലോകത്തും കുറേ ദർശനങ്ങൾ പറയാം, അത് പറയാം, അതുണ്ട് ഇതുണ്ട്, അവിടെ അതുകൊണ്ട്, ഞങ്ങൾ ഇത് കണ്ട്, ഇത് സംഭവിക്കും, അത് സംഭവിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, രാത്രി സ്വപ്നം കണ്ടു, അത് കണ്ടു, ഇത് കൊണ്ട്, എല്ലാത്തിനും പറയാം. പക്ഷെ ഇവരാരും വചനം സ്വീകരിക്കത്തില്ല. വചനാധിഷ്ഠ ജീവിതമില്ല. അവർ അപവാദം പറഞ്ഞു വരുത്തും, കുറ്റം പറയുന്നവർ, കോപിക്കുന്നു, വിശുദ്ധിയില്ലാത്ത വാക്കുകൾ നാവിൽ നിന്ന് വരും. വചനം വരുന്നില്ല. 2 കൊടുത്തു. ഹല്ലേലൂയ. ജെറമ്യാ 15:19 ഇത് പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ്. ഹല്ലേലൂയ.